പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിൽ ഇരുമ്പുപാലം പടിക്കപ്പിന് സമീപം സ്ഥിതി ചെയ്യുന്ന പടിക്കപ്പുകുടി എന്നൊരു ട്രൈബൽ ഏരിയയിലാണ്. ഇവിടെ പൂർണ്ണമായും ട്രൈബൽസാണ് താമസിക്കുന്നത്. ഇവിടെ കുറേ വിശേഷപ്പെട്ട കാഴ്ചകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ചേട്ടാ, ഇവിടെ കാട്ടുമൃഗങ്ങൾ വരാറുണ്ടോ? മൃഗങ്ങൾ വരുന്നതിനെ പറ്റി ചേട്ടൻ എന്താണ് അഭിപ്രായം പറയാനുള്ളത്? ധാരാളമായിട്ട് അതിൽ ഏറ്റവും കൂടുതൽ മനുഷ്യന് ഉപദ്രവമായിട്ട് വരുന്ന ആനയും പന്നിയുമാണ്. ഇത് ഇവിടെ ഇപ്പൊ ആന കയറിയ ഒരു വീട് തകർത്തിട്ടിരിക്കുന്ന ഞാൻ കാണിച്ചുതരാം. ആ വീട് തകർത്തിട്ട് 3 ദിവസം കഴിഞ്ഞു. കാറ്റത്ത് മറിഞ്ഞ് അടുത്ത് ചാടിയെന്നാണ് പറഞ്ഞത്. ഫോറസ്റ്റുകാർ ഉദ്യോഗസ്ഥന്മാരെ വന്നു കഴിഞ്ഞപ്പോൾ കാറ്റത്ത് മറിഞ്ഞ് ചാടി എന്ന് പറഞ്ഞായിട്ട് നിങ്ങൾ. കാരണം അതിന് എവിഡൻസ് ഒന്നുമില്ല. ഇത് ആദിവാസി കൂടിയല്ലേ. എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് പട്ടയമില്ല, കൈവശരയില്ല. അങ്ങനെ നടക്കുന്നതിന്റെ പേരിൽ അവർക്ക് എന്തും പറയാം. കാറ്റത്ത് ചാടി എന്ന് പറയാൻ പറഞ്ഞു. ആന എവിടെയാ? ഇന്നലെ വന്നൊരു കമ്പ് കൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നിത്യം ഞങ്ങൾക്ക് ആനശല്യവും പന്നി ശല്യവുമാണ് ഏറ്റവും വലുത്. അതിലും വലിയ ശല്യമാണ് ഫോറസ്റ്റുകാർ. കാരണം എന്താ വെച്ചാൽ ഇവരാണല്ലോ ഇതിനെ നോക്കേണ്ടത്. അവർക്ക് ഇതിന് ലിസ്റ്റില്ല. ഇത് എത്ര എണ്ണം ഇവിടെ പെരുകുന്നുള്ള ഒരു റെക്കോർഡും അവർക്കില്ല. നമുക്ക് ആ ആനയെ ഒട്ടിക്കളഞ്ഞ സ്ഥലത്തുണ്ട്. അത് സെറ്റിൽമെന്റ് കോളനി പടിക്കപ്പ് ആദിവാസി മുതുവാൻ സമുദായത്തിന്റെ സെറ്റിൽമെന്റ് കോളനിയാണ്. അപ്പോൾ ഇവിടെ ആദിവാസി മുതുവാൻ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഇവിടെ താമസിക്കുന്നത്. നമ്മുടെ പടിക്കപ്പ് കോളനി എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ കാട്ടാന നിത്യേന വരുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു ആന വരികയും ഒരു വീട് ഒരാനല്ല അഞ്ചാനകളാണ് ഒന്ന് ചവിട്ട് തകർത്തുന്നതാണ് ഇവിടുത്തെ സ്ഥലവാസിയായ നമ്മുടെ കണ്ണി ചേട്ടൻ പറയുന്നത്. നമുക്ക് ആ തകർന്ന് വീടുന്ന് കാണാൻ പോകാം. പറഞ്ഞ ചേട്ടായി, അതിനകത്തൊരു കാര്യം എന്താ അറിയാം, ഇവിടെ എന്ത് ഭരണം നടന്നാലും ആര് വന്നാലും കയറിയാലും ഇറങ്ങിയാലും ഇവിടുത്തെ സാധാരണക്കാരനാണ് അതിനെ ഏറ്റവും കൂടുതൽ അതിൽ പീഡനം അനുഭവിക്കുന്നത്. പ്രിയ കൂട്ടുകാരെ, ശരീരത്തിൽ നിക്കോട്ടിൻ്റെ അളവ് കൂടിയത് മൂലം ഒരു കാൽ മുറിച്ചു മാറ്റേണ്ടി വന്ന ഒരു ഹതഭാഗ്യനാണ് ഈ സണ്ണിച്ചേട്ടൻ. തൻ്റെ ഈ നിസ്സഹായ അവസ്ഥയിലും ആരെയും ബുദ്ധിമുട്ടിക്കുവാൻ ഇഷ്ടമല്ലാത്ത സണ്ണിച്ചേട്ടൻ തൊഴിലുറപ്പ് പണിക്ക് പോയാണ് ഇപ്പോഴും കുടുംബം പുലർത്തുന്നത്. ഇവിടെ കാട്ടാന തകർത്ത ഒരു വീടുണ്ട്. അത് കാണിക്കുവാനാണ് അദ്ദേഹം ഇപ്പോഴെന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമുക്കൊന്ന് പോയി നോക്കാമല്ലേ. 4 കൊച്ചുമക്കളുണ്ട്. മകളും മകന്മാർ 2 പേരും കല്യാണം കഴിച്ച പെണ്ണുങ്ങളും. ഇന്നലെ 3:30 കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഉറങ്ങിയത്. രാത്രി ആനയായിരുന്നു. ഈ സണ്ണിച്ചേട്ടന് 4 കൊച്ചുമക്കളാണ് ഉള്ളത്. ഈ കഴിഞ്ഞ രാത്രിയിൽ കാട്ടാന കൂട്ടമായി വന്നതുമൂലം വെളുപ്പിന് 3 മണി വരെ ഉറങ്ങുവാൻ സാധിച്ചില്ല എന്നാണ് സണ്ണിച്ചേട്ടൻ പറയുന്നത്. ഇത് സെറ്റിൽമെന്റിന്റെ അതിർത്തിയാണ്. ജെണ്ട ഇട്ടിരിക്കുന്ന അതിർത്തിയാണ്. ഈ അതിർത്തിക്കപ്പുറം എന്ന് പറയുമ്പം ഒരു സോളാർ പാനൽ ഇവിടെ സർക്കാർ തന്ന ഏറ്റവും കുറഞ്ഞ കമ്പിയും ഏറ്റവും കുറഞ്ഞ പൈപ്പും ഏറ്റവും കുറഞ്ഞ രീതിയിൽ പണിതു. 6 മാസം പോലും ഗ്യാരണ്ടി ഇല്ലാത്ത രീതിയിൽ സംവിധാനം ചെയ്തു പോയി. ഇവിടങ്ങളിൽ വൈദ്യുതി വേലി ഇല്ലാത്തതാണ് കാട്ടാനകളുടെ ശല്യം കൂടുവാൻ കാരണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻപ് സ്ഥാപിച്ചിരുന്ന വൈദ്യുതി വേലിയുടെ ജീർണാവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ആദ്യം ബാറ്ററി പോയി, അത് കഴിഞ്ഞ് പാലിൽ പോയി, അത് കഴിഞ്ഞ് ആനയും മൃഗങ്ങളുമായിട്ട് തകർത്തു. ഇതിനപ്പുറം വനഭൂമിയാണ്. തമ്പുരാൻ കുന്ന് എന്ന പേരിലാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. ഇവിടെ കാട്ടാനകളുടെ ശല്യം അതിരൂക്ഷമാണ്. അതിലും രൂക്ഷമാണ് കാട്ടുപന്നികളുടെ ശല്യവും. കാട്ടുപന്നികളും കാട്ടാനകളും കൂടി ഇവിടെയുള്ള ജനജീവിതം പൊറുതിമുട്ടിയ അവസ്ഥയിലാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇതാ വനത്തിൻ്റെയും ഇവരുടെ സെറ്റിൽമെൻറ്റ് കോളനിയുടെയും അതിൽ കൂടിയുള്ള വഴിയിൽ കൂടിയാണ് ഇദ്ദേഹം ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ നേതൃത്വത്തിൽ അവരുദ്ദേശിക്കുന്ന കോൺട്രാക്ടർമാരെ കൊണ്ട് പണിയിപ്പിക്കും. അവർ പോയതിൻ്റെ പുറകെ തന്നെ ഇതെല്ലാം കട്ടാവും. അതാണ് ഇവിടെ നടക്കുന്ന സംഭവം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കാട്ടാനകൾ കൂട്ടമായി വന്ന് തകർത്ത ഒരു വീടിൻ്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ഇപ്പുറത്തെ ചേട്ടാ, ഇത് ഇന്നലെ രാത്രി ജോസേട്ടൻ അവിടെ നിന്ന് ചേട്ടാ
അത് ശരിക്കും കണ്ടത് ഇതാ ചേട്ടാ കുറ്റി അതിൻ്റെ ഈ കുറ്റിയെ ഇത് ആന വന്നപ്പോ ഇവിടെ ആരാ ഉണ്ടായിരുന്നേ ഇവിടെ? ഇവിടെ ആരുമില്ലായിരുന്നു. ഞാൻ അസുഖമായിട്ട് കിടക്കുമായിരുന്നു. ആ. ഞാൻ അസുഖമായിട്ട് കിടന്നിട്ട് ആ. ഇന്ന് വൈകിട്ട് പിന്നെ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ആ. അവരങ്ങോട്ട് വീട്ടിലേക്ക് വന്നു, റോഡിലേക്ക് വന്നു. ആ. അപ്പോൾ സുഖമില്ലാണ്ട് കിടന്നുകൊണ്ട് പിള്ളേർ അങ്ങോട്ട് വന്നു. ആ. ദൈവത്തെങ്കിലും ആപത്തൊന്നും പിള്ളേർക്കൊന്നും ആപത്തൊന്നും വരുത്തിയില്ല. ഈ അപ്പച്ചൻ്റെ പേര് ജോസിയേട്ടൻ. ഇദ്ദേഹത്തിൻ്റെ മകളാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഈ ജോസിയേട്ടന് പെട്ടെന്ന് അസുഖം വരികയും മകളും കുട്ടികളും അച്ഛനെ കാണുവാൻ തറവാട്ടിലേക്ക് പോവുകയും ചെയ്ത് അന്ന് രാത്രിയിലാണ് കാട്ടാന ഈ വീട് പൂർണ്ണമായും നശിപ്പിച്ചത്. ജോസിയേട്ടന് പെട്ടെന്ന് അസുഖം വരികയും മകളും കുട്ടികളും തറവാട്ടിലേക്ക് ചെല്ലുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായിപ്പോയത്. അതിന് പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് ഇന്നലെ പിള്ളേർ മിഞ്ഞാന്നിരുന്നു. ചെന്ന് കഴിപ്പോൾ അക്ഷയയിൽ അപേക്ഷ കൊടുക്കാൻ പറ്റും. അച്ഛൻ പറഞ്ഞു വിട്ടു. അക്ഷയ പോയി, പിള്ളേർ ഇന്നലെ അക്ഷയയിൽ പോയി കൊടുത്തിട്ടുണ്ട്, അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുഖ്യമന്ത്രിക്ക് നമ്മൾ പേപ്പർ എന്തെങ്കിലും അയച്ചു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും തീരുമാനമാകുമോ? ആ, കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഉടനെ വീട് കിട്ടണം. അല്ലെ ഇപ്പോൾ ഇതിനകത്ത് ഈ ഷെഡിനകത്ത് കിടക്കാൻ പറ്റുമോ? നമുക്ക് പേടിച്ച് കിടക്കാൻ പറ്റുമല്ലോ, ജീവൻ പേടിച്ച് കിടക്കാൻ പറ്റുമോ ഈ ഷെഡിനകത്ത്? ഇപ്പം നമ്മളിനി വീണ്ടും ഒരു ഷെഡ് കിട്ടിയപ്പോൾ ആന വന്ന് തള്ളുകയില്ലാന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? ഉറപ്പുമില്ല, ഷെഡായുണ്ട്. അപ്പോൾ എത്രയും വേഗം നമുക്കൊരു വീട് കിട്ടേണ്ടതാണ് അത്യാവശ്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത വെറും പഞ്ചപാവങ്ങളാണ് ഈ കോളനിയിൽ താമസിക്കുന്ന ഭൂരിഭാഗം ആളുകളും. ഇവർക്ക് വേണ്ടത്ര വിവരമില്ല, വിദ്യാഭ്യാസമില്ല. ഇപ്പോൾ അവരുടെ കിടപ്പാടം നഷ്ടപ്പെട്ടു. ഇവർക്ക് ഇനി ഒരു അടച്ചുറപ്പുള്ളൊരു വീട് വേണം. അതിനുവേണ്ടി ആരുടെ നേരെ കൈനീട്ടും, ആരോട് ചോദിക്കും എന്നിവർക്കറിയില്ല. ബന്ധപ്പെട്ട അധികാരികൾ ഇവർക്കൊരു വീട് വെച്ചു കൊടുക്കുവാനുള്ള സംവിധാനം ചെയ്യണമേ എന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ കഴിഞ്ഞ രാത്രിയിലും ഇവിടെ കാട്ടാനകൾ കൂട്ടമായി എത്തിയതിൻ്റെ കാൽപ്പാടുകൾ ഇവിടെ കാണുവാൻ സാധിച്ചു. ഇവിടങ്ങളിൽ അതുകൊണ്ട് ഇതെല്ലാം ആന ചവിട്ടിയ പാടുകളാണ്. ആനയുടെ കാൽപ്പാടുകൾ നല്ല വ്യക്തമായിട്ട് ഇവിടെ തെളിഞ്ഞു കാണാം. ഇതെല്ലാം ആന ചവിട്ടിയ കാൽപ്പാടുകളാണ്. ഇതാ ഈ പ്രദേശത്തു നിന്നാണ് ആനയും കൊണ്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇതെല്ലാം ആനകൾ 4-5 ആനകൾ കൂട്ടമായി വന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇവിടെ കാണുന്നത് മുഴുവൻ. ഇതാ ഈ കാണുന്നതാണ് സണ്ണിച്ചേട്ടൻ്റെ വീട്. പെട്ടെന്ന് കാട്ടാനയുടെ ഒരു ആക്രമണമുണ്ടായാൽ ഒന്ന് ഓടി രക്ഷപ്പെടുവാൻ പോലും ആ പാവത്തിന് കഴിയുകയില്ല. അദ്ദേഹത്തിൻ്റെ അവസ്ഥ നമ്മൾ നേരിൽ കണ്ടതാണല്ലോ. കാട്ടിൽ വേണ്ടത്ര ഭക്ഷണം ലഭിക്കാതെ വരുന്നത് കൊണ്ടാണ് കാട്ടാനകൾ കൂട്ടമായി കൃഷിഭൂമിയിലേക്ക് ഇറങ്ങുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്നത്. ഇത് ഈ പ്രദേശം ഇങ്ങനെ ഞങ്ങൾ ആൾക്കാർ താമസിക്കുന്ന, കുടിക്കാർ താമസിക്കുന്ന ഇങ്ങനെ ഈ പ്രദേശം ഇതിന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പെരിശക്കല്ല് വഴപ്പളിച്ചാലെന്ന് പറയും. ഈ സ്ഥലം കംപ്ലീറ്റ് വനവേറിയ. ഇങ്ങനെ അങ്ങോട്ട് കൂന്തറപ്പുഴ കുഞ്ചിയാറ്, ഇടമലയാറ്, ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങ് മുടീസ് വാൽപ്പാറ വരെ പോകുന്ന വലിയ കൊടുംവനമാണ്. ഈ വനത്തിൽ ആനയെക്കൊണ്ടാണ് മനുഷ്യൻ പൊറിഞ്ഞു കൂട്ടുന്നത്. ആനയും കാട്ടുപന്നി. മറ്റുള്ള മൃഗങ്ങൾ അത്രയും ശല്യമില്ല, ഉണ്ടെങ്കിലും ചെറിയ ശല്യങ്ങൾ. 3-4 ദിവസമായി ഇവിടെ കിടന്നുറങ്ങാൻ പറ്റണില്ല. ആനയുടെ ഭയങ്കര ശല്യാണ്. പിന്നെ കുഞ്ഞു പിള്ളേരെയൊക്കെ കൊണ്ട് കിടക്കണോണ്ടേ ഞാൻ കിടന്നുറങ്ങാൻ പറ്റണില്ല. എന്നും വരാറുണ്ട്. ഇപ്പൊ 3-4 ദിവസമായിട്ട് സ്ഥിരമായിട്ട് ആ വഴി കയറി പോരണ. ഇവിടെ വീടൊക്കെ തകർത്തിട്ട് അന്ന് തുടങ്ങിയതാണ്. ഇന്നലെ വൈകിട്ടും അത് ഒരു 9 മണി 9:30 കഴിഞ്ഞില്ലേ മാമ?
ആ ടൈമിലാ. ആ. ഡെയിലി വരുന്നുണ്ട്. ആ ഡെയിലി വരുന്നുണ്ട്. പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട്. പിള്ളേരൊക്കെ ഉണ്ട്. തോടക്കര കയറി അവരുടെ വീടാ. ആ കാണുന്ന വീടാ. ഈ തോടിന് മറുകരയാണ് സതിയും കുടുംബവും താമസിക്കുന്നത്. അവരും ഓരോ രാത്രിയും പ്രാണഭയത്താലാണ് കഴിഞ്ഞുകൂടുന്നത്. ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധ ഞാൻ ഒരിക്കൽ കൂടി ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. ഈ പാവങ്ങളുടെ നഷ്ടപ്പെട്ട വീട് അവർക്ക് പുനർനിർമ്മിച്ചു കൊടുക്കുകയും അതോടൊപ്പം വനഭൂമി ഉറപ്പായ വൈദ്യുതി വേലി കെട്ടി സംരക്ഷിക്കുകയും ചെയ്താൽ ഇവർക്ക് ജീവഭയമില്ലാതെ ഓരോ ദിവസമെങ്കിലും അന്തി ഉറങ്ങാൻ സാധിക്കും. ബഹുമാനപ്പെട്ട സർക്കാരിൻ്റെ അടിയന്തര ശ്രദ്ധ ഇവിടേക്ക് പതിയണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ തൽക്കാലം വിട പറയുന്നു. ഗുഡ് ബൈ.